ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവൻ വളരെ വേഗമേറിയ ഓട്ടക്കാരനാണ്. ഹീസ് എ വെരി ഫാസ്റ്റ് റണ്ണർ. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. വേഗമേറിയ ഫാസ്റ്റ്, ഓട്ടക്കാരൻ റണ്ണർ. ഹീസ് എ വെരി ഫാസ്റ്റ് റണ്ണർ. അവൻ വളരെ വേഗമേറിയ ഓട്ടക്കാരനാണ്. അവൾ ഒരു പുതിയ നോവൽ വായിക്കുകയാണ്. ഷീസ് റീഡിങ് എ ന്യൂ നോവൽ. പുതിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ. വായിക്കുക റീഡ്. ഷീസ് റീഡിങ് എ ന്യൂ നോവൽ. അവൾ ഒരു പുതിയ നോവൽ വായിക്കുകയാണ്. അവൻ ഇറ്റാലിയൻ ഭക്ഷണം പാകം ചെയ്യാൻ പഠിക്കുകയാണ്. ഹീ ഈസ് ലേണിംഗ് ടു കുക്ക് ഇറ്റാലിയൻ ഫുഡ്. ഭക്ഷണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫുഡ്. പാകം ചെയ്യുക കുക്ക്. പഠിക്കുക ലേൺ. ഹീ ഈസ് ലേണിംഗ് ടു കുക്ക് ഇറ്റാലിയൻ ഫുഡ്. അവൻ ഇറ്റാലിയൻ ഭക്ഷണം പാകം ചെയ്യാൻ പഠിക്കുകയാണ്. അവൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. ഹീ ഈസ് സ്റ്റഡിയിങ് കമ്പ്യൂട്ടർ സയൻസ്. പഠിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റഡി. ഹീ ഈസ് സ്റ്റഡിയിങ് കമ്പ്യൂട്ടർ സയൻസ്. അവൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. സംഗീത കച്ചേരി വൻ വിജയമായിരുന്നു. ദ കൺസേർട്ട് വാസ് എ ഹ്യൂജ് സക്സസ്. സംഗീത കച്ചേരി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കൺസേർട്ട്. വൻ വിജയം ഹ്യൂജ് സക്സസ്. ദ കൺസേർട്ട് വാസ് എ ഹ്യൂജ് സക്സസ്. സംഗീത കച്ചേരി വൻ വിജയമായിരുന്നു. കുട്ടികളോട് അവൾ വളരെ ക്ഷമയുള്ളവളാണ്. ഷീ ഈസ് വെരി പേഷ്യൻറ്റ് വിത്ത് ചിൽഡ്രൻ. കുട്ടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ചിൽഡ്രൻ. വളരെ വെരി. ക്ഷമ പേഷ്യൻസ്. ഷീ ഈസ് വെരി പേഷ്യൻറ്റ് വിത്ത് ചിൽഡ്രൻ. കുട്ടികളോട് അവൾ വളരെ ക്ഷമയുള്ളവളാണ്. അവൾ എല്ലാ ദിവസവും പിയാനോ പരിശീലിക്കുന്നു. ഷീ ഈസ് പ്രാക്ടീസിങ് ദ പിയാനോ എവറി ഡേ. എല്ലാ ദിവസവും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി ഡേ. പരിശീലിക്കുക പ്രാക്ടീസ്. ഷീ ഈസ് പ്രാക്ടീസിങ് ദ പിയാനോ എവറി ഡേ. അവൾ എല്ലാ ദിവസവും പിയാനോ പരിശീലിക്കുന്നു. ഈ വാരാന്ത്യത്തിൽ അവർ ഒരു പാർട്ടി നടത്തുന്നു. ദേ ആർ ഹോസ്റ്റിംഗ് എ പാർട്ടി ദിസ് വീക്കെൻഡ്. വാരാന്ത്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. പാർട്ടി നടത്തുക ഹോസ്റ്റിംഗ് എ പാർട്ടി. ദേ ആർ ഹോസ്റ്റിംഗ് എ പാർട്ടി ദിസ് വീക്കെൻഡ്. ഈ വാരാന്ത്യത്തിൽ അവർ ഒരു പാർട്ടി നടത്തുന്നു. നടക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. ദ വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ എ വോക്ക്. നടക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്. പറ്റിയ പെർഫെക്റ്റ്. കാലാവസ്ഥ വെദർ. ദ വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ എ വോക്ക്. നടക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. അവൻ വേലിക്ക് പെയിൻ്റ് അടിക്കുന്നു. ഹീ ഈസ് പെയിൻറ്റിങ് ദ ഫെൻസ്. വേലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫെൻസ്. ചായം പൂശുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പെയിൻറ്റ്. ഹീ ഈസ് പെയിൻറ്റിങ് ദ ഫെൻസ്. അവൻ വേലിക്ക് പെയിൻ്റ് അടിക്കുന്നു. അവൾ കഴിവുള്ള ഒരു ഗായികയാണ്. ഷീ ഈസ് എ ടാലൻറ്റഡ് സിംഗർ. കഴിവുള്ള എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടാലൻറ്റഡ്. ഗായിക സിംഗർ. ഷീ ഈസ് എ ടാലൻറ്റഡ് സിംഗർ. അവൾ കഴിവുള്ള ഒരു ഗായികയാണ്. അവർ ഇന്ന് രാത്രി തിയേറ്ററിലേക്ക് പോകുന്നു. ദേ ആർ ഗോയിങ് ടു ദ തിയേറ്റർ ടു നൈറ്റ്. ഇന്ന് രാത്രി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടു നൈറ്റ്. പോകുക ഗോ. ദേ ആർ ഗോയിങ് ടു ദ തിയേറ്റർ ടു നൈറ്റ്. അവർ ഇന്ന് രാത്രി തിയേറ്ററിലേക്ക് പോകുന്നു. പൂന്തോട്ടം മനോഹരമായി കാണപ്പെടുന്നു. ദ ഗാർഡൻ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. പൂന്തോട്ടം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗാർഡൻ. മനോഹരം ബ്യൂട്ടിഫുൾ. ദ ഗാർഡൻ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. പൂന്തോട്ടം മനോഹരമായി കാണപ്പെടുന്നു. അവൾ ഒരു സ്കാർഫ് നെയ്യുന്നു. ഷീ ഈസ് നിറ്റിംഗ് എ സ്കാർഫ്. നെയ്യുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നിറ്റ്. ഷീ ഈസ് നിറ്റിംഗ് എ സ്കാർഫ്. അവൾ ഒരു സ്കാർഫ് നെയ്യുന്നു. ഷോപ്പിൽ ഷൂസ് വിൽക്കുന്നു. ദ ഷോപ്പ് സെൽസ് ഷൂസ്. ഷോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം കട. വിൽക്കുക സെൽ. ദ ഷോപ്പ് സെൽസ് ഷൂസ്. ഷോപ്പിൽ ഷൂസ് വിൽക്കുന്നു. അവൾ സംസാരിക്കുന്നതിൽ വളരെ മിടുക്കിയാണ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് സ്പീക്കിംഗ്. സംസാരിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്പീക്ക്. വളരെ വെരി. വളരെ മിടുക്കി വെരി ഗുഡ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് സ്പീക്കിംഗ്. അവൾ സംസാരിക്കുന്നതിൽ വളരെ മിടുക്കിയാണ്. അവർ ഒരു സർപ്രൈസ് പാർട്ടി പദ്ധതിയിടുന്നു അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നു. ദേ ആർ പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി. സർപ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയിക്കാതെ നടത്തുക. ആസൂത്രണം ചെയ്യുക അല്ലെങ്കിൽ പദ്ധതിയിടുക പ്ലാൻ. ദേ ആർ പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി. അവർ ഒരു സർപ്രൈസ് പാർട്ടി ആസൂത്രണം ചെയ്യുന്നു അല്ലെങ്കിൽ പദ്ധതിയിടുന്നു.
ജോലി എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് അദ്ദേഹം. ഹീ ഈസ് വർക്കിംഗ് ഹാർഡ് ടു കംപ്ലീറ്റ് ദ ജോബ് ആസ് സൂൺ ആസ് പോസിബിൾ. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. എത്രയും വേഗം, ആസ് സൂൺ ആസ് പോസിബിൾ. പൂർത്തിയാക്കുക, കംപ്ലീറ്റ്. കഠിന പ്രയത്നം, വർക്കിംഗ് ഹാർഡ്. ഹീ ഈസ് വർക്കിംഗ് ഹാർഡ് ടു കംപ്ലീറ്റ് ദ ജോബ് ആസ് സൂൺ ആസ് പോസിബിൾ. ജോലി എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് അദ്ദേഹം. തടാകം നീന്താൻ അനുയോജ്യമാണ്. ദ ലേക്ക് ഈസ് പെർഫെക്റ്റ് ഫോർ സ്വിമ്മിങ്. തടാകം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലേക്ക്. നീന്തുക, സ്വിം. അനുയോജ്യം, പെർഫെക്റ്റ്. ദ ലേക്ക് ഈസ് പെർഫെക്റ്റ് ഫോർ സ്വിമ്മിങ്. തടാകം നീന്താൻ അനുയോജ്യമാണ്. അവൻ വളരെ വൈദഗ്ധ്യമുള്ള ഒരു മരപ്പണിക്കാരനാണ്. ഹീസ് എ വെരി സ്കിൽഡ് കാർപ്പൻറ്റർ. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. വൈദഗ്ധ്യമുള്ള, സ്കിൽഡ്. മരപ്പണിക്കാരൻ, കാർപ്പൻറ്റർ. ഹീസ് എ വെരി സ്കിൽഡ് കാർപ്പൻറ്റർ. അവൻ വളരെ വൈദഗ്ധ്യമുള്ള ഒരു മരപ്പണിക്കാരനാണ്. അവൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പഠിക്കുകയാണ്. ഷീ സ്റ്റഡിങ് ഫോർ ഹെർ ഡ്രൈവിംഗ് ടെസ്റ്റ്. പഠിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റഡി. ഷീ സ്റ്റഡിങ് ഫോർ ഹെർ ഡ്രൈവിംഗ് ടെസ്റ്റ്. അവൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പഠിക്കുകയാണ്. അവർ നാളെ മൃഗശാലയിലേക്ക് പോകുന്നു. ദേ ആർ ഗോയിങ് ടു ദ സൂ ടുമാറോ. നാളെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടുമോറോ. മൃഗശാല, സൂ. പോകുക, ഗോ. ദേ ആർ ഗോയിങ് ടു ദ സൂ ടുമാറോ. അവർ നാളെ മൃഗശാലയിലേക്ക് പോകുന്നു. അവൻ വന്യജീവികളെക്കുറിച്ച് പഠിക്കുന്നു. ഹീ സ്റ്റഡീസ് അബൌട്ട് വൈൽഡ് ലൈഫ്. വന്യജീവി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വൈൽഡ് ലൈഫ്. പഠിക്കുക, സ്റ്റഡി. ഹീ സ്റ്റഡീസ് അബൌട്ട് വൈൽഡ് ലൈഫ്. അവൻ വന്യജീവികളെക്കുറിച്ച് പഠിക്കുന്നു. അവൾ ഒരു ഛായാചിത്രം വരയ്ക്കുന്നു. ഷീ ഡ്രോസ് എ പോർട്രേറ്റ്. ഛായാചിത്രം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പോർട്രേറ്റ്. വരയ്ക്കുക, ഡ്രോ. ഷീ ഡ്രോസ് എ പോർട്രേറ്റ്. അവൾ ഒരു ഛായാചിത്രം വരയ്ക്കുന്നു. അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വലിയ ആരാധകനാണ്. ഹീസ് എ ബിഗ് ഫാൻ ഓഫ് ക്ലാസിക്കൽ മ്യൂസിക്. ശാസ്ത്രീയ സംഗീതം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്ലാസിക്കൽ മ്യൂസിക്. വലിയ ആരാധകൻ, ബിഗ് ഫാൻ. ഹീസ് എ ബിഗ് ഫാൻ ഓഫ് ക്ലാസിക്കൽ മ്യൂസിക്. അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വലിയ ആരാധകനാണ്. പാർക്കിൽ ഇന്ന് നല്ല തിരക്കാണ്. ദ പാർക്ക് ഈസ് വെരി ബിസി ടുഡേ. തിരക്ക് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബിസി. നല്ല തിരക്ക്, വെരി ബിസി. ഇന്ന്, ടുഡേ. ദ പാർക്ക് ഈസ് വെരി ബിസി ടുഡേ. പാർക്കിൽ ഇന്ന് നല്ല തിരക്കാണ്. അവർ ഒരു ഔട്ട്ഡോർ പാർട്ടി ആസൂത്രണം ചെയ്യുന്നു അല്ലെങ്കിൽ പദ്ധതിയിടുന്നു. ദേ ആർ പ്ലാനിങ് ആൻ ഔട്ട്ഡോർ പാർട്ടി. ഔട്ട്ഡോർ പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടിന് വെളിയിൽ വെച്ചിട്ട് ഒരു തുറസായ സ്ഥലത്ത് വെച്ച് നടത്തുന്ന പാർട്ടി. അതാണ് ഔട്ട്ഡോർ പാർട്ടി. പദ്ധതിയിടുക അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക, പ്ലാൻ. ദേ ആർ പ്ലാനിങ് ആൻ ഔട്ട്ഡോർ പാർട്ടി. അവർ ഒരു ഔട്ട്ഡോർ പാർട്ടി പദ്ധതിയിടുന്നു അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നു. അവൻ ഹിസ്റ്ററി പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. ഹീ സ്റ്റഡിങ് ഫോർ ഹിസ് ഹിസ്റ്ററി എക്സാം. പരീക്ഷ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സാം. പഠിക്കുക, സ്റ്റഡി. ഹീ സ്റ്റഡിങ് ഫോർ ഹിസ് ഹിസ്റ്ററി എക്സാം. അവൻ ഹിസ്റ്ററി പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. നായ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദ ഡോഗ് ലവ്സ് പ്ലേയിങ്. നായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡോഗ്. ഇഷ്ടപ്പെടുക, ലവ്. കളിക്കുക, പ്ലേ. ദ ഡോഗ് ലവ്സ് പ്ലേയിങ്. നായ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൾ വളരെ കഴിവുള്ള ഒരു നർത്തകിയാണ്. ഷീ ഈസ് എ വെരി ടാലൻറ്റഡ് ഡാൻസർ. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. കഴിവുള്ള, ടാലൻറ്റഡ്. നർത്തകി, ഡാൻസർ. ഷീ ഈസ് എ വെരി ടാലൻറ്റഡ് ഡാൻസർ. അവൾ വളരെ കഴിവുള്ള ഒരു നർത്തകിയാണ്. അവർ ഉച്ചഭക്ഷണത്തിനായി ഒരു പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ദേ ആർ ഗോയിങ് ടു എ ന്യൂ റെസ്റ്റോറൻറ്റ് ഫോർ ലഞ്ച്. ഉച്ചഭക്ഷണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലഞ്ച്. പുതിയ, ന്യൂ. പോകുക, ഗോ. ദേ ആർ ഗോയിങ് ടു എ ന്യൂ റെസ്റ്റോറൻറ്റ് ഫോർ ലഞ്ച്. അവർ ഉച്ചഭക്ഷണത്തിനായി ഒരു പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവൻ ഒരു സയൻസ് പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നു. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ സയൻസ് പ്രോജക്റ്റ്. ജോലി ചെയ്യുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ സയൻസ് പ്രോജക്റ്റ്. അവൻ ഒരു സയൻസ് പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നു. അവൻ വളരെ നല്ല നീന്തൽക്കാരനാണ്. ഹീ ഈസ് എ വെരി ഗുഡ് സ്വിമ്മർ. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. നല്ല, ഗുഡ്. നീന്തൽക്കാരൻ, സ്വിമ്മർ. ഹീ ഈസ് എ വെരി ഗുഡ് സ്വിമ്മർ. അവൻ വളരെ നല്ല നീന്തൽക്കാരനാണ്. പുസ്തകം വളരെ രസകരമാണ്. ദ ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. പുസ്തകം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബുക്ക്. വളരെ, വെരി. രസകരം, ഇൻട്രസ്റ്റിംഗ്.
ദ ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. പുസ്തകം വളരെ രസകരമാണ്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് വഴി പരിചയപ്പെട്ട വാക്കുകൾ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.